ഒരിക്കൽ പരമശിവൻ യോഗത്തിലിരിക്കവേ അക്കാര്യം മനസ്സിലാക്കാതെ ഗൗരി ഭഗവാന്റെ ഇരു കണ്ണുകളും പൊത്തി. അപ്പോൾ പെട്ടെന്ന് ലോകമെങ്ങും കൂരിരുൾ ഭാവിച്ചു. ഈ ഇരുട്ടിൽ നിന്ന് നാദം പോലെ ഒരു ശബ്ദം പുറപ്പെട്ടു. ഭയന്നു വിറച്ച ദേവി ശിവശങ്കരന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് കണ്ണുകളടച്ചു. അല്പസമയത്തിനു ശേഷം ഇരുൾ മാറി. അപ്പോഴും ആലില പോലെ വിറച്ചുകൊണ്ടിരുന്ന പാർവതിയോട് ഭഗവാൻ സ്നേഹസമൃണമായ സ്വരത്തിൽ മൊഴിഞ്ഞു. ദേവി, ഭൂലോകത്തിന്റെ തന്നെ അമ്മയായ നിനക്ക് ഇനിയും ബാലകൗതുകങ്ങൾ വിട്ടുമാറാറായിട്ടില്ലല്ലോ. പ്രിയേ, ഇനി നീ ഭയപ്പെടേണ്ടതില്ല. അങ്ങോട്ട് നോക്കിയാലും. ഭഗവാൻ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ദേവി നോക്കി. കറുകറുത്ത വർണ്ണത്തിലൊരു ശിശു. ദേവി അമ്പരപ്പോടെ അന്വേഷിച്ചു. നാഥ, ആരാണ് ഈ ശിശു? അവൻ്റെ മാതാപിതാക്കൾ ആരാണ്? അവനെ ഉപേക്ഷിക്കുവാൻ ഹേതുവെന്താണ്? ഉമേ, ഇവൻ നമ്മുടെ പുത്രനാണ്. നീ എൻ്റെ മിഴികൾ പൊത്തിയ നേരം പരന്ന അന്ധകാരത്തിൽ ജനിച്ച ഇവൻ അന്ധകൻ എന്ന പേരിൽ അറിയപ്പെടും, പരമേശ്വരൻ അറിയിച്ചു. ദേവി ആനന്ദത്തോടെ ഓടിച്ചെന്ന് അന്ധകനെ വാരിയെടുത്ത് പാലൂട്ടി. അവൻ സംതൃപ്തിയോടെ ഗൗരിയുടെ മടിത്തട്ടിൽ കിടന്ന് ഉറക്കമാരംഭിച്ചു. ഈ ഘട്ടത്തിൽ കശ്യപ പ്രജാപതിക്ക് ദിതി എന്ന ഭാര്യയിൽ പിറന്ന ഹിരണ്യാക്ഷൻ എന്ന അസുര രാജാവ് പുത്രലാഭത്തിനായി പരമേശ്വരനെ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. ഇക്കാര്യം അറിഞ്ഞ മഹേശ്വരൻ തൻ്റെ പത്നിയോട് നിർദ്ദേശിച്ചു. പാർവതി, പുത്രലാഭാർത്ഥം ഹിരണ്യാക്ഷൻ തപസ്സനുഷ്ഠിക്കുന്ന വിവരമറിഞ്ഞില്ലേ? അന്ധകാരത്തിൽ പിറവിയെടുത്ത നമ്മുടെ പുത്രനെ ഹിരണ്യാക്ഷന് നൽകാം. ഹിരണ്യന്റെ പുരയിൽ അന്ധകൻ സുഖസമൃദ്ധിയോടെ വസിക്കും. ദേവി അനുവാദം നൽകി. ഇപ്രകാരം ഒരു തീരുമാനത്തിലെത്തിയ മഹേശ്വരൻ ഹിരണ്യാക്ഷന് പ്രത്യക്ഷനായി. അസുരന്റെ ആവശ്യം കേട്ട ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു. അസുരേശ്വര, സമർത്ഥനും യുദ്ധപാടവുമായ ഒരു അന്ധകൻ വളർന്നു വരും. എന്നാൽ അവനെ ലോകവിദ്വേഷം നേടുകയോ ത്രൈലോക മാതാവായ ദേവിയെ കാമിക്കുകയോ ബ്രാഹ്മണനെ ഹനിക്കുകയോ ചെയ്താൽ ഞാൻ തന്നെ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കും. അനന്തരം പരമശിവൻ അപ്രത്യക്ഷനായി. ഹിരണ്യാക്ഷന്റെ കൊട്ടാരത്തിൽ അന്ധകൻ വളർന്നു വന്നതോടെ അവൻ അസുര സ്വഭാവത്തിന്റെ മൂർത്തിഭാവമായി തീർന്നു. ജനങ്ങൾ അന്ധകന്റെ അക്രമങ്ങളിൽ അമർഷമുള്ളവരായി. ഈയിടയ്ക്ക് ഒരു നാൾ യുവാവായ അന്ധകൻ ഹിമവത്സാനകളിൽ നായാട്ടിനായി പോയി. നായാട്ട് കഴിഞ്ഞ ശേഷം മാനസ സരോവരത്തിൽ ജലം കുടിക്കുവാൻ പോയി. അപ്പോൾ അതാ സരസിന്റെ തീരത്ത് അപൂർവ മോഹിനിയായ ഒരു സ്ത്രീ ഇരിക്കുന്നു. സ്വർണ്ണ വിഗ്രഹം പോലെ ശോഭിക്കുന്ന അവളുടെ കനത്ത ചിഗുരഭാഗം ഇളം കാറ്റിൽ അലസമായി ഇളകുന്നു. ആ കാഴ്ച എത്ര തന്നെ കണ്ടിട്ടും അന്ധകന് മതിയായില്ല. കണ്ണൊന്ന് ചിമ്മുക കൂടി ചെയ്യാതെ അസുരൻ ആ വിഗ്രഹത്തെ തന്നെ നോക്കി നിന്നുപോയി. അവൻ ദാഹം മറന്നു. ഒടുവിൽ സുന്ദരി അവിടെ നിന്നും മറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ധകൻ മടക്കയാത്ര നടത്തി. കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ അസുരൻ രാജസദസ്സിൽ വെച്ച് ഇങ്ങനെ അന്വേഷിച്ചു. കഴിഞ്ഞ ദിവസം മാനസ സരോവരത്തിന്റെ തീരത്ത് വെച്ച് ഞാനൊരു സുന്ദര വിഗ്രഹത്തെ കണ്ടു. ത്രിലോകങ്ങളിലെങ്ങും ഇതുപോലെ ഒരു സുന്ദരിയില്ല. മനോഹരികളായ അപ്സരസുകൾ ഇവൾക്ക് മുന്നിൽ ലജ്ജിതരായി തലതാഴ്ത്തു. അവളുടെ കൺകോണുകൾ കണ്ടുള്ള ഒരു നോട്ടം മതി ഏതൊരുവനും സമ്പന്നനാകുവാൻ. പറയൂ, ആരാണവൾ? ആർക്കെങ്കിലും അവളെക്കുറിച്ച് അറിവുണ്ടോ? രാജസദസ്സിൽ ഇരിക്കുകയായിരുന്ന കശ്യപൻ സാവധാനം മൊഴിഞ്ഞു. പൗത്ര, മാനസ തീരത്ത് വെച്ച് നീ കണ്ടത് പരമേശ്വര പത്നിയായ സാക്ഷാൽ ഗൗരീ ദേവിയെയാണ്. ദേവിയുടെ ദർശനത്തിനായി ആഗ്രഹിക്കുന്നവരാണ് സാധാരണ ജനങ്ങൾ. മകരെ, ആ അമ്മയുടെ ദർശനം ലഭിച്ച നീ ഭാഗ്യവാൻ തന്നെയാണ്. മുത്തച്ഛൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് അന്ധകൻ പ്രണയാതുരനായി പറഞ്ഞു. ശിവപത്നിയായ സുന്ദരിയെ എനിക്ക് കൊണ്ടുവന്ന് നൽകുവാൻ ആർക്കാണ് സാധിക്കുക? അവർ മുന്നോട്ട് വരിക. ആ ലാവണ്യധാമത്തെ എൻ്റെ പട്ടമഹിഷിയായി ഞാൻ വാഴിക്കുമെന്ന് അവളെ അറിയിക്കുക. വേഗം. അന്ധകൻ തിടുക്കം കൂട്ടി. രാജസദസ്സിലെ കോലാഹലങ്ങൾ അറിഞ്ഞ പ്രഹ്ലാദൻ അവിടെ എത്തി. ഹിരണ്യകശ്യപിന്റെ പുത്രനായ പ്രഹ്ലാദൻ അനുനയനത്തിൽ അന്ധകനെ ഉപദേശിച്ചു. അന്ധക, നിന്റെ മോഹം ആപത്തിനെ ക്ഷണിച്ചു വരുത്തുന്നതാണ്. അനുജ, പരമേശ്വരൻ്റെയും പാർവതിയുടെയും പുത്രനാണ് നീ. അമ്മയെ പരിഗ്രഹിക്കുന്നവനാണോ നീ ആഗ്രഹിക്കുന്നത്? അസുരേശ്വര, വിവേകമില്ലാത്ത മൃഗങ്ങൾ പോലും ഇത്തരം നികൃഷ്ട ബന്ധത്തിന് കൂട്ടുനിൽക്കുമോ? അന്ധക, നിന്റെ മനസ്സിലെ കാമാവേശം ത്യജിക്കുക. മാതാവിനെ കാമിച്ചവൻ ഇഹത്തിലും പരത്തിലും എന്താണ് ഗതി? ജ്യേഷ്ഠ, താങ്കൾ എന്നെ ഈ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വെറുതെയാണ്. ദേവി പാർവതിയുടെ മോഹനാംഗം എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി. അത് തുടച്ചു മാറ്റാൻ ആരാലും സാധ്യമല്ല. ഇനി സാക്ഷാൽ പരമശിവൻ തന്നെ വന്നാൽ പോലും അതിന് സാധിക്കുകയില്ല. താങ്കൾ മടങ്ങുക. അന്ധകൻ പിൻവാങ്ങുവാൻ കൂട്ടാക്കിയില്ല. പ്രഹ്ലാദൻ വീണ്ടും അന്ധകനെ ഉപദേശിക്കുവാൻ ശ്രമിച്ചു. അന്ധക, താങ്കൾ വികാരം മാറ്റിവെച്ച് വിവേകം പുറത്തെടുക്കൂ. അന്യന്റെ പത്നിയെ മോഹിക്കുന്നത് ധർമ്മയുക്തമാണ്. പാർവതി ശിവശങ്കരന്റെ പ്രാണപ്രിയനാണ്. അന്യന്റെ പത്നി മാതാവിന് സമമാണ്. ഇവിടെയാകട്ടെ പാർവതി ദേവി സാക്ഷാൽ നിന്റെ മാതാവ് കൂടിയാണ്. ദേവിയെ മോഹിക്കാതിരിക്കുക.
പക്ഷെ പ്രഹ്ലാദന്റെ വാക്കുകൾ അന്ധകന്റെ മനോഭാവത്തിന് തെല്ലുപോലും മാറ്റം വരുത്തിയില്ല. നിരാശനായ പ്രഹ്ലാദൻ അടുത്തു വരുന്ന ആപത്തിനെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലചിത്തനായി അവിടെ നിന്നും മടങ്ങി. അതിനുശേഷം അന്ധകൻ തന്റെ പ്രിയ അനുയായിയായ ശംഭുരാസുരനോട് കൽപ്പിച്ചു, ഹേ ശംഭുരാസുര, ആപത്തുണ്ടാകുമെന്ന് ഭയന്ന മോഹത്തെ ബലികഴിക്കുന്നത് ഭീരുക്കളാണ്. ഹിരണ്യാക്ഷപുത്രനായ അന്ധകൻ ഭീരുവാകുവാൻ ആഗ്രഹിക്കുന്നില്ല. ശംഭരനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അന്ധകൻ തുടർന്നു, ശംഭര, നീ ഇപ്പോൾ തന്നെ കൈലാസത്തിലേക്ക് യാത്രയാവുക. ജടാധാരിയായ പരമശിവനോട് പാർവതിയെ എനിക്ക് നൽകുവാൻ ആവശ്യപ്പെടുക. ശംഭരൻ കൈലാസത്തിലെത്തി ഭഗവാനോട് ദൂതറിയിച്ചു, അല്ലയോ ഗിരീശ, താങ്കളുടെ പത്നി ഗൗരീദേവിയെ എൻ്റെ സ്വാമിയായ അന്ധകന് പത്നിയായി നൽകുക. അനന്തരം ശംഭരൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഗിരീശ, താങ്കളുടെ പത്നി സുന്ദരിയാണ്. അവളുടെ സുന്ദരാംഗം ദരിദ്രനായ നിന്നോടൊത്ത് വസിക്കുന്നത് മൂലം നശിച്ചു പോകും. എൻ്റെ രാജൻ അന്ധകൻ ചക്രവർത്തിയാണ്. അസുരലോകം അദ്ദേഹത്തിൻ്റെ ആജ്ഞയ്ക്ക് ചെവിയോർത്ത് നിൽക്കുന്നു. അന്ധകന്റെ അന്തഃപുരത്തിലെ സുഖസമൃദ്ധിയാണ് പാർവതിക്ക് യോജിക്കുക. അവളെ നീ അന്ധകാസുരന് നൽകുക. പാർവതിയുടെ ഭാവി ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും. അന്ധകന്റെ വാക്കുകൾ ശംഭരനിലൂടെ അറിഞ്ഞ ഉമാമഹേശ്വരന്മാർ പരസ്പരം നോക്കി. നിഗൂഢമായൊരു മന്ദഹാസം അവരുടെ ചുണ്ടുകളിൽ വിടർന്നു. പരമശിവൻ നിസ്സഹായത ഭാവിച്ചു. ശരിയാണ്, എന്നോടൊപ്പം ദരിദ്രമായ ജീവിതം നയിച്ച പാർവതിക്ക് മടുത്തിട്ടുണ്ടാവും. അന്ധകന് ഞാൻ അവളെ നൽകാം. എന്നാൽ ഒരു കാര്യം മാത്രം സമർത്ഥനായ അന്ധകാസുരനോട് പറയുക, ചൂതുകളിയിൽ എന്നെ പരാജയപ്പെടുത്തിയ ആ നിമിഷം മുതൽ എൻ്റെ പ്രാണപ്രിയായ ഗൗരി അന്ധകൻ്റേതാണ്. വസ്തുതകൾ ഗ്രഹിച്ച അന്ധകൻ പൊട്ടിച്ചിരിച്ചു. ജടാധാരിയായ ശിവൻ അവൻ്റെ നിസാരത വെളിപ്പെടുത്തിയിരിക്കുന്നു. ചൂതുകളിയിൽ അവരെ പരാജയപ്പെടുത്തണമത്രേ. ഉഗ്രയുദ്ധങ്ങൾ എത്രയോ വിജയിച്ചവനാണ് അസുരപ്രമാണിയായ ഈ അന്ധകൻ. കേവലം ചൂതുകളിയിൽ ഇവനെ പരാജിതവനാക്കാൻ ആർക്കാണ് സാധിക്കുക? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അന്ധകൻ ചൂതുകളിക്ക് തയ്യാറെടുത്തു. അങ്ങനെ പരമശിവനും അന്ധകനും തമ്മിൽ ചൂതുകളി ആരംഭിച്ചു. കളി തുടങ്ങി നിമിഷങ്ങൾ കഴിഞ്ഞും അന്ധകൻ ഒരു വസ്തുത ബോധ്യമായി. താൻ കരുതിയതുപോലെ നിസാരനല്ല പരമശിവൻ. അദ്ദേഹത്തെ തോൽപ്പിക്കുക പ്രയാസം തന്നെ. ഒടുവിൽ അന്ധകന്റെ സമ്പൂർണ്ണ പരാജയത്തോടെ ചൂതുകളി അവസാനിച്ചു. പരാജയം അന്ധകനെ അത്യധികം കുപിതനാക്കി. കേവലം ഒരു താപസിയോട് ചൂതിൽ പരാജയപ്പെടുകയോ ചൂതുകളി കണ്ടിരിക്കുകയായിരുന്ന തൻ്റെ കാമിനിക്ക് മുന്നിൽ വിജയിച്ചേ മതിയാകൂ. ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് അന്ധകൻ ആയുധം കയ്യിലെടുത്തു. അന്ധകനും പരമശിവനും തമ്മിൽ ഏറ്റുമുട്ടി. യുദ്ധം കണ്ട് സർവ്വചരാചരങ്ങളും വീർപ്പടക്കി നിൽപ്പായി. യുദ്ധം തുടങ്ങിയ ഓരോ നിമിഷം പിന്നിടും തോറും പരാജയത്തിൻ്റെ കയ്പ് നീർ അന്ധകൻ നുണയുവാൻ തുടങ്ങി. അവസാനം യുദ്ധഭൂമിയിൽ ജീവൻ മാത്രം അവശേഷിച്ചുകൊണ്ട് അന്ധകൻ നിൽപ്പായി. അവൻ്റെ ദീനഭാവം പാർവതിയിൽ സഹതാപം വളർത്തി. ദേവി ഭഗവാൻ മഹേശ്വരന് മുന്നിൽ വന്നു നിന്ന് അഭ്യർത്ഥിച്ചു, കാരുണ്യവാരിധേ, കോപം ഉപേക്ഷിച്ചാലും നമ്മുടെ പുത്രനായ ഇവൻ അവിവേകത്താലും അജ്ഞതയാലും പ്രവർത്തിച്ച കർമ്മങ്ങൾ ഇവൻ്റെ മരണത്തിൽ കലാശിക്കുന്നത് കാരണം മാതാവായി എനിക്ക് കഴിവില്ല. നാഥ, അന്ധകന് മാപ്പ് നൽകിയാൽ. ഭഗവാൻ അന്ധകന്റെ കണ്ടത്തിൽ ഊന്നിയിരുന്ന തൻ്റെ ആയുധം പിൻവലിപ്പിച്ചുകൊണ്ട്, ദേവി, നിന്റെ അർത്ഥന അന്ധകന് ജീവൻ തിരികെ ലഭിക്കുന്നതിന് കാരണമായിരിക്കുന്നു. ഇവൻ നമ്മുടെ പുത്രനാണെന്ന വസ്തുത പ്രഹ്ലാദനെ അറിയിച്ചിട്ടും ആവേശത്തിൽ നിന്നും ഇവൻ തന്നെ പിന്മാറിയില്ല. പാർവതി, നീ പറഞ്ഞതുപോലെ സന്താനങ്ങളുടെ അവിവേകം പൊറുക്കാതിരിക്കുവാൻ ഈശ്വരന്മാരായ നമുക്കും സാധ്യമല്ല. പാർവതി പരമേശ്വരന്മാരുടെ സംവാദം കേൾക്കുകയായിരുന്ന അന്ധകൻ പശ്ചാത്താപ വിവശനായി തീർന്നു. താൻ മാതാവിനെയാണല്ലോ കാമിച്ചത്, പിതാവിനോടാണല്ലോ യുദ്ധം ചെയ്തത്. താൻ തീർത്തും പാപിയാണ്. അറിവുള്ളവരുടെ ഉപദേശം പോലും കേൾക്കുവാൻ തന്നെ മനസ്സനുവദിക്കാത്തത് തന്നിലെ അസുരശക്തിയുടെ പ്രഭാവത്തിൽ മാത്രമല്ല. അന്ധകൻ വീണ്ടും വിചാരം ചെയ്തു. അന്ധകൻ ഉമാമഹേശ്വരന്മാരുടെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിച്ച്, പ്രഭു, മാപ്പ് തന്നാലും അവിവേകിയായ എൻ്റെ കർമ്മങ്ങൾക്ക് എന്നെ ശപിക്കാതിരുന്നാലും മാതാവിനെ കാമിച്ച് എനിക്ക് ഇഹത്തിലും പരത്തിലും എന്താണ് രക്ഷ? അന്ധകൻ വിലപിച്ചു. മകനെ, നിന്നിൽ കുടികൊള്ളുന്ന അസുരശക്തിയാണ് നിന്നെ പാപിയാക്കി തീർത്തത്. ഉണ്ണി, തെറ്റ് ജീവജാലങ്ങൾക്ക് സഹജമായ ഭാവമാണ്. അവതരുത്തി കടന്നു പോകുമ്പോഴും ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുമ്പോഴും പാപം പാപമല്ലാതെ മാറും. പാർവതി അന്ധകനെ ആശ്വസിപ്പിച്ചു. പിതാവെ, എന്നെ കാമപൂരിതനാക്കിയതും അവിവേകിയാക്കിയതും അജ്ഞാനമാണ്. മാതാവെ, എന്നിലും അസുരത്വവും അജ്ഞാനവും അകന്നു പോകുവാൻ അനുഗ്രഹിച്ചാലും അന്ധകനെന്ന എന്നെ ധർമ്മയുക്തനായി തീരുവാൻ യോഗ്യനാക്കിയാലും. അന്ധകൻ അഭ്യർത്ഥിച്ചു. പരമേശ്വരൻ അതെല്ലാം സമ്മതിച്ചു. അതോടെ അന്ധകന്റെ പാവവും അസുരത്വവും മാറി. നിർദോഷിയായി മാറിയ അന്ധകനെ ഭഗവാൻ ഭൃംഗി എന്ന അസുര തലവനിലാക്കി തീർത്തു. അടുത്തത് ഗംഗ ശിവപത്നിയായ കഥയാണ്. തുടരും.